എടീ എന്തിനാ നീ ഇങ്ങനെ ഓടി നടന്ന് പോസ്റ്റ് ഒട്ടിച്ച് കഷ്ടപ്പെടുന്നത്? എന്റെ അച്ചായ എന്ത് ചെയ്യാനാ? ഈ പഞ്ചായത്ത് മുഴുവൻ എത്ര പോസ്റ്റ് ഒട്ടിച്ചാലും ഉടനെ കീറിക്കളയാൻ ഓരോരുത്തർമാരും ഉരുമിട്ട് ഇറങ്ങിയിരിക്കല്ലേ. അത് വല്ല ആടുമാടുകളും തിന്നുന്നതായിരിക്കും. ആടിന് മൈദമാവ് വലിയ ഇഷ്ടമാ. കൊറേ നാളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹമാണ്. എന്തോന്ന്? നീ ഇവിടുത്തെ പണിയൊക്കെ വിട്ട് എന്റെ കൂടെ പോരെ. നിനക്ക് ഞാൻ 1-ാം തരം ശമ്പളവും നല്ലോണം ചെലവിനും തരാം. അല്ല എന്താ ജോലി? ഓ അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിച്ചാ പോരെ. എന്ത് പറയുന്നു? അപ്പോ ഈ പോസ്റ്റർ ഒക്കെ ആരൊട്ടിക്കും? അവർക്ക് വേറെ പണിക്കാരെ കിട്ടും. അല്ല അവൾ തന്നെ ഒട്ടിക്കട്ടെ. നമുക്കെന്നാ? നമ്മൾ രണ്ടാളും ഒരേ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചവരല്ലേ. എന്നാ വൃത്തികേടാ ഈ പറയുന്ന അച്ചായ? ഞാൻ പറഞ്ഞത് മാമോസ വെള്ളത്തിൽ മുങ്ങി 2 സത്യക്രിസ്ത്യാനികളാന്നാ. അത് ശരി, എന്നാ ഞാൻ വരാം. പാപ്പച്ചായൻ ഒരു കാര്യം ചെയ്യാൻ, ഇവിടുത്തെ പോസ്റ്റർ ഒട്ടിക്കാനും പണികളൊക്കെ ചെയ്യാനും പാപ്പച്ചായന്റെ ഭാര്യ മകളെ ഇങ്ങോട്ട് വിട്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. കൂടുതൽ നമ്പറൊന്നും ഇങ്ങോട്ട് വേണ്ട. ഈ തിയേറ്റർ ഉള്ളത് കൊണ്ടാ അച്ഛനില്ലാത്ത എന്റെ മോളെ ഞാൻ വളർത്തുന്നത്. വന്നിരിക്കുന്നു കൂടെ ചെല്ലൻ. എന്താ എന്ത് പറ്റി? ചേച്ചി നമ്മുടെ കുഞ്ഞിനിയാസിനെ കാർ സീരിയസ് ആണെന്നാ കേട്ടത്. എത്ര സൂക്ഷിച്ച് റോഡേ കൂടി പോയാലും സംഭവിക്കേണ്ട സംഭവിക്കുമെന്ന് എനിക്കിപ്പോ ബോധ്യമായി മോളെ. ലക്കും ലകാനും ഇല്ലാതെയല്ലേ ഓരോരുത്തന്മാര് വണ്ടി ഓടിക്കുന്നേ. അതെ അതെ, ഓരോ ദിവസവും എന്തെല്ലാം അപകടങ്ങളാ പത്രത്തിൽ വായിക്കുന്നേ. ഭാഗ്യത്തിന് ഇത്രയല്ലേ പറ്റുള്ളൂ. അതെ. അമ്മാവ ആരെങ്കിലും ഒക്കെ ഉണ്ടോ സഹായത്തിന്? 5-6 മാസമെങ്കിലും ബെഡ് റെസ്റ്റ് ചെയ്യേണ്ടി വരും. അതിനാരെങ്കിലും വേണ്ടേ? ആയ കാലത്ത് നാട് ചുറ്റി നടന്നു, സമയത്ത് കല്യാണം കഴിക്കാനും പറ്റിയില്ല. പിന്നെ അകന്ന ബന്ധത്തിലൊരു പയ്യനുണ്ട്, അവന് ഫോൺ ചെയ്യാൻ വേണ്ടി അയടാൻ പോയിരിക്കുക. ഓ, എല്ലാവരുടെയും കാര്യത്തിന് ഓടി നടക്കുന്ന ആളാ ആശാൻ. പക്ഷെ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിയാ മോളെ, ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും ആരെങ്കിലും സഹായം വേണം. എന്താ മോളെ, അവനെ കിട്ടിയോ? ആ കിട്ടി. അമ്മാവൻ അല്പം കൂടുതലാണെന്നും 24 മണിക്കൂറും കൂടെ ഒരാള് വേണമെന്നും ഞാൻ അങ്ങ് തട്ടിവിട്ടു. അതെ, ഏതായാലും നന്നായി. ആ ചെറുക്കം വല്ല കഥയെഴുത്തുകാരനും മറ്റുമാണോ? ഈ ബോർഡും ബാനറും ഒക്കെ എഴുതുന്ന പണിയാ. എന്തായാലും വരാന്നേറ്റല്ലോ, അത് കാര്യമായി. എന്നാ ചേട്ടാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ, വൈകിട്ട് വരാം. ശരി. ഓ, ആ ചാരായമുള്ള സമയമായിരുന്നെങ്കിൽ 2 എണ്ണം അടിച്ചിരുന്നെങ്കിൽ ശരീരത്തിന്റെ വേദനയും നീർക്കെട്ടിലും ഉടനെ തന്നെ പോയേനെ. അത് നിരോധിച്ചവരുടെ തലയിൽ. അയ്യോ എന്റെ പൊന്നു അമ്മാവാ, ആ മനുഷ്യൻ ഡൽഹിയിലെങ്കിലും സുഖമായിട്ട് ജീവിച്ചോട്ടെ. എന്നാ അവിടെ ഇരിക്കട്ടെ. എന്നാ ഇത് കുടിക്കാം. നോക്കിയോ? മുഴുവനും ഉണ്ടല്ലോ. ഇല്ല, കാണായിരുന്നു. എന്നാ സമയം നാളെ വരണ്ട കേട്ടോ. അത് ശരി. ശമ്പളം തന്നൂന്ന് കരുതി ചുമ്മാ അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. മിനിമം 6 മാസം മുമ്പെങ്കിലും രേഖാമൂലം നോട്ടീസ് തന്നറിയിക്കണം. അതാണ് ഇവിടുത്തെ തൊഴിൽ നിയമം. അതറിയാവോ? ഷിക്കാഗോയിൽ എന്താ നടന്നത്? എന്ത്? ഉസ്ബെക്കിസ്ഥാനിലും പാകിസ്ഥാനിലും എന്ത് കിടന്നു പെലെ അത് വ്യക്തമായിട്ട് പറഞ്ഞാലേ. ചുമ്മാ ഒരു ടാക്കീസും പണിത് കെട്ടി ചൂരെടുത്ത് മുറ്റം അടിച്ചുകൊണ്ടുള്ള കാര്യമൊന്നും നടക്കില്ല. നിങ്ങൾ കാര്യം പറ. എല്ലാ കാര്യം എന്നോട് പറയണോടാ. പറയേണ്ട വരും. എടാ അമ്മയുടെ ശ്രാദ്ധമാടാ മണ്ട. ശ്രാദ്ധം? ചേച്ചി എന്താ പറ്റിയ സത്യം പറ. എടാ അമ്മയുടെ ഓർമ്മ ദിവസാടാ. അതായിരുന്നു. പേടിപ്പിച്ചു കളഞ്ഞല്ലേ ചേച്ചി. നാളെ സദ്യ ഉണ്ട്, നീ വരണം കേട്ടോ. സദ്യയൊക്കെ ഉണ്ട് ഇതിന്. അത് ശരി. അപ്പൊ ഇത് ആണ്ടിനടുത്തുനിന്ന് എന്തിനാ ദിവസവും നടത്താൻ മേലേ? ശ്രാദ്ധം അതെന്നാ? അത് എത്രയായി? 30 രൂപ. 30 രൂപയോ? അമ്മച്ചി പെട്രോളിനൊക്കെ വലിയ വിലയാ. ഇപ്പൊ ജീവിക്കട്ടെ. നിങ്ങൾ അങ്ങനെ എല്ലായിടത്തും പിടിച്ചു പറിച്ച് ജീവിക്കരുത്. ഞാൻ എപ്പോഴും 20 രൂപയാ കൊടുക്കുന്നത്. 20 രൂപ മതി. അതൊക്കെ മതി. ആ ബാഗ് എടുക്ക ചേച്ചി. അടുത്തത് 955 രൂപ. ഉണ്ണി, ആ വിളക്കില് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് അണയാതെ നോക്കണേ, കരിന്തിരി കത്തിക്കൂടാ. ചേച്ചി ഞാൻ പോയി നോക്കാം. അമ്മായി, മോളെ ഞാൻ വന്നു. നല്ല ആളാ അമ്മായി. ഇപ്പഴെങ്കിലും വന്നല്ലോ. രാവിലെ അമ്മായിയും കൂട്ടി ബലിയിടാൻ പോണോന്ന് വിചാരിച്ചതാ. എന്റെ കാര്യമൊക്കെ നിനക്ക് അറിഞ്ഞൂടെ വിമലേ? നമ്മുടെ മണ്ണാത്തി ജാനൂനെ പോലെയാ എന്റെ കാര്യം. അലക്കൊഴിഞ്ഞിട്ട് നേരമില്ല. നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ഉണ്ണിയപ്പം, മുറുക്ക് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എടുത്ത് കഴിക്കാം. എല്ലാം നിനക്കുള്ളതല്ലടി. അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ കൊണ്ടുവരും. അമ്മായി, ഞങ്ങൾ ഇവിടുന്ന് പ്രശ്നമില്ല. ഒരു 4 ദിവസങ്ങളിൽ ഞങ്ങളുടെ കൂടെ നിൽക്കണം. അത് നന്നായി. അവിടെയും നിങ്ങളെ പോലെ 2 പെമ്പിള്ളേരുണ്ട്. അവരുടെ കാര്യം കൂടെ നോക്കണ്ടേ? അടുത്ത മാസം ഗോപാലകൃഷ്ണൻ നാട്ടിൽ വരുന്നുണ്ട്. അവൻ വന്നാ പിന്നെ വീട്ടിലാളായി. അപ്പൊ പിന്നെ എനിക്ക് എപ്പ വേണമെങ്കിലും ഇങ്ങോട്ട് വരികയോ നിൽക്കുകയോ ഇരിക്കുകയോ കിടക്കുകയോ എന്ത് വേണമെങ്കിലും. ഗോപിയേട്ട വന്ന അപ്പൊ തന്നെ അമ്മായി അറസ്റ്റ് ചെയ്തും കൊണ്ടുവരണം കേട്ടോ. അന്നമ്മായി വാക്ക് മാറ്റി പറയരുത്.
നിങ്ങൾക്ക് 4 ആൾക്കും അങ്ങോട്ട് വന്ന് 2 ദിവസം നിന്നൂടെ? അതും നിങ്ങൾ കളിച്ചു വളർന്ന വീടല്ലേ? എന്റെ അമ്മായി ടാക്കീസ് അടച്ചിട്ടേച്ച് എങ്ങനെ അമ്മായി ഞങ്ങൾ അങ്ങോട്ട് വരുന്നേ? ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളല്ലേ. എന്നാലും അമ്മായിയെ കുറിച്ച് ഞങ്ങൾ പറയാത്ത ദിവസങ്ങളില്ല. ഞങ്ങൾക്ക് അമ്മയെ പോലെ തന്നെ അല്ലേ അമ്മായി? അമ്മായി കാരണല്ലേ ഞങ്ങൾ 4 ആളും ഇവിടെ എങ്ങനെ ജീവിക്കുന്നത്. ഗംഗേ, അമ്മായിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തോളൂ. ഇവിടെ ഇങ്ങനെ നിർത്തിയാ മതിയോ? നമ്മുടെ തെക്കേതിലെ കാത്തുന്റെ ഒരു മോനില്ലേ വിഷ്ണു, 28 വയസ്സേ ഉള്ളൂ. നല്ല ചെക്കനാ. അവനിപ്പോ സർക്കാർ ബസ്സിലെ കണ്ടക്ടറാ. നിനക്കറിയില്ലേ? പിന്നെ നമുക്കതങ്ങ് ആലോചിക്കാം. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട അമ്മായി. ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് മതി. ആ കണ്ടക്ടർ ചെക്കനെ മറ്റാർക്കെങ്കിലും ടിക്കറ്റ് കൊടുത്ത് വണ്ടി വിട്ടോട്ടെ. ഒരെണ്ണം തന്നാലുണ്ടല്ലോ. നീയാണോ തീരുമാനിക്കുന്നേ? ആ വിളക്ക് ഇപ്പൊ എണ്ണ ഒഴിക്കടി. അവളൊരുത്തി അമ്മായി അവക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കെട്ടിക്കോളാം. വലിയ വർത്താനം പറയില്ല. അതൊക്കെ എടുത്ത് വെക്കടി, എടുത്ത് വെക്കേ. നിങ്ങൾ 4 ആളുടെയും കല്യാണം കഴിഞ്ഞ് സദ്യ ഉണ്ടിട്ടേ. ഇത് ഞാൻ പാർവതിക്ക് കൊടുത്ത വാക്കാ. ഇന്നലെയും ഞാൻ അവള് സ്വപ്നം കണ്ടു. നിന്റെ അമ്മയെ അവൾ ഉറക്കത്തിൽ വന്ന് എന്റെ അടുത്ത് വന്ന് പറയുക, എന്റെ വിമല മോളുടെ കാര്യത്തിലാ എനിക്ക് വേവലാതിന്ന്. എന്നിട്ട് എന്തെല്ലാമോ പറഞ്ഞു കരഞ്ഞു. അന്ന് ടാക്കീസ് എഴുതി വാങ്ങിക്കാൻ നിന്റെ അച്ഛൻ എന്തുമാത്രം പുകില ഉണ്ടാക്കിയത്. പാവം പാർവതി, അതിന്റെ പേരിൽ എന്തൊക്കെയാ അവള് സഹിച്ചത്. അന്ന് അത് എഴുതി കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഗതി എന്താവുമായിരുന്നു? മോൾ അമ്മയുടെ കർമ്മം ചെയ്തവളാ. എല്ലാ അർത്ഥത്തിലും തിരിച്ചറിവാവുന്ന പ്രായത്തിൽ തന്നെ എന്റെ മോള് സഹോദരങ്ങൾക്ക് അമ്മയായില്ലേ? അനാഥരായ നിങ്ങൾ 4 ആളുടെയും കൈപിടിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ അമ്മായി ടാക്കീസിന്റെ പടിയിറങ്ങുമ്പോ മോളുടെ മുഖത്തുണ്ടായിരുന്ന ആ വേദന ഞാൻ ഇന്നും മറന്നിട്ടില്ല. ആ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ മോളെല്ലാം ചെയ്യുന്നില്ലേ? അതിന് മോക്ക് ഈശ്വരൻ ആയുസ്സും ആരോഗ്യവും തരും. മോളെ, അമ്മായിക്ക് പ്രായമായി. അടുത്ത അമ്മയുടെ ശ്രാദ്ധത്തിന് മുമ്പെങ്കിലും മോള് മിന്നുകെട്ടി കാണണമെന്ന് അമ്മായിയുടെ ആഗ്രഹം. അനിയത്തി കുട്ടികൾക്ക് മാത്രമല്ല, മോക്കും വേണം ഒരു ജീവിതം. ഇനി അത് വൈകിക്കൂടാ. ഇവിടെ തന്നെ ആയിരിക്കും അമ്മാവൻ കിടക്കുന്നത്. നിന്റെ അമ്മാവനെ ചിതയിലേക്ക് വെച്ച് തീ കൊളത്തെ ഞാൻ സ്ഥലം വിടും. അല്ലാതെ സഞ്ജയനും അടിയന്തരം കഴിഞ്ഞ് പോവാന്ന് പറഞ്ഞാ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് നാട്ടിൽ പല പണികളതാ. എടാ, അതിന് അമ്മാവൻ എന്തെങ്കിലും സംഭവിച്ചോന്ന് അറിയാതെ. ഞാനെല്ലാം വളരെ അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുന്ന ആളാ. വളരെ സീരിയസ് ആണെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് എന്റെ അപ്പൻ സൈക്കിൾ തട്ടി ആശുപത്രി കിടന്നപ്പോ അദ്ദേഹം തട്ടിപ്പോയെന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോ സംഭവം ശരിയായില്ലേ? എടാ, നീ ആ കരുനാക്ക് വിളിച്ചൊന്നും പറയാതെ. വടിയായ അമ്മാവന് നേരിട്ട് കണ്ടാൽ അവൻ വിശ്വസിക്കും. അത് അമ്മാവനല്ലേ? ഏയ്, നിന്റെ അമ്മാവ് ഇപ്പൊ മോർച്ചറി കാണും. നോക്കാം. വിട്ടെ അമ്മാവാ. മോൻ വന്നോ? എന്റെ പ്രവചനം ആദ്യമായിട്ട് തെറ്റി. കുതിരയെ പോലെ ചാടിച്ചാടി നടന്ന ഈ അമ്പാവന്റെ കിടപ്പ് കണ്ടോ? എഴുന്നേക്കാൻ പോലും വയ്യാതായി. വിളി കേട്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു എത്തുന്നതിനേക്കാൾ മുമ്പ് തീർന്നു. ഏതായി അലവലാതി ചെറുക്കൻ? അലവലാതി തന്റെ എന്റെ കൂടെ ഒന്ന് പണി പഠിക്കാൻ വന്ന ചെറുക്കനാ. പേര് അയ്യപ്പൻ. ഇവനെ എത്രയും വേഗം പറഞ്ഞു വിട്ടേക്ക്. ഇവന്റെ മുഖം കണ്ടാൽ ഞാൻ കുഴപ്പക്കാരനാണെന്ന്. കേട്ടല്ലോ. ഇയാൾ എന്റെ വാങ്ങിക്കും. മോള് വന്നോ? ആരാമാവത്? ഇത് തൊട്ടടുത്തുള്ള മഹാരാജ ടാക്കീസിലെ പോസ്റ്റ് ഒട്ടിക്കുന്ന ഐഡാം. ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ സിനിമാ പോസ്റ്റ് ഒട്ടിക്കോ? പിന്നെ പെണ്ണുങ്ങള് തെങ്ങേക്കയറി തേക്കായിരുന്നു. പിന്നെയാണ് പോസ്റ്റ് ഒട്ടിക്കുന്നത്. ഞാനാ ഉണ്ണിക്ക് ഫോൺ ചെയ്തത്. ഓ, അത് ശരി. നിങ്ങളുടെ വീടിന്റെ ജനാല തുറക്കുന്നത് തന്നെ മഹാരാജ ടാക്കീസിലേക്കല്ലേ? അതുകൊണ്ട് 6 മാസം ഉണ്ണിക്ക് ബോറടിക്കാതെ സിനിമയും കാണാം, അമ്മാവനെയും നോക്കാം. 6 മാസോ? അത് നടക്കില്ല. അതെന്താടാ? അയ്യോ, 6 മാസമെങ്കിലും ബെഡ് റെസ്റ്റ് എടുക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവന് വിസ എപ്പോഴാ വരെന്ന് പറയാൻ പറ്റില്ല. വിസയോ? എവിടുന്ന്? ദുബായിന്ന്. അടുത്ത ആഴ്ച വിസ വരുന്ന പറഞ്ഞിരിക്കണ. അതുകൊണ്ട് വിസ വരുന്നവരെ ഇവൻ അമ്മാവനോട് നിൽക്കും. അപ്പൊ നീ പോലെ? എനിക്ക് ധൃതിയൊന്നുമില്ല. വേണമെങ്കിൽ കുറച്ച് ദിവസം ഇവിടെ നിർത്തി എന്റെ സേവനം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് വേണ്ട. എന്ന് ഞാൻ അമ്മാവനോടൊന്ന് പറഞ്ഞിട്ട് പോട്ടെ. ഞാൻ പോവാണ്. പാതി വഴിക്ക് വെച്ച് അമ്മാവൻ തട്ടിപ്പോയെന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചാൽ ഞാൻ വരില്ല. നിന്റെ അമ്മാവനൊരു ബ്രഷും പേസ്റ്റും എത്രയും പെട്ടെന്ന് വാങ്ങി കൊടുക്ക്. ഉണ്ണി വന്നല്ലോ.
ഞാൻ പോട്ടെ അമ്മാവ, നാളെ വരാം. ആയിടെ പോളവിടെ നിന്നെ ആ. പോകുന്ന വഴിക്ക് നമ്മുടെ അന്തോണിയസ് പുണ്യാളുടെ നടയില് 2 കൂടി മെഴുകുതിരി മേടിച്ച് കത്തിച്ചേക്കണം. എന്തിനാ അമ്മാവ? ഇവൻ ഒരിക്കലും വിസ വരാതിരിക്കാൻ. ഞാൻ കത്തിച്ചേക്കാം. എന്റെ അന്തോണിയസ് പുണ്യാളാ, എന്നെ നോക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഞാനങ്ങനെ നേർന്നതാണേ. എന്നോട് ക്ഷമിക്കണേ. എക്സ്ക്യൂസ് മീ. എന്താ സാർ ഒരു ലിഫ്റ്റ് തരൂ? കുറെ നേരം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ആ ഓട്ടോ സ്റ്റാൻഡ് വരെ മതി. 1/2 മണിക്കൂർ കഴിഞ്ഞ് ബസ് വരുള്ളൂന്നാ. അല്ല, അവിടം വരെ നടക്കാവുന്ന ദൂരല്ലേ ഉള്ളൂ. സർ പ്ലീസ്. കേറിക്കും. താങ്ക് യു. എന്താ പേര്? റോസ് ജോൺ. ഓ, അയ്യോ മാല, അയ്യോ എന്റെ മാല, കള്ളി കള്ളി, എന്റെ മാല പഠിച്ചോണ്ട് വന്നേ. എടി എടി ഇല്ലടി ഇവിടെ. കള്ളി നാട്ടുകാരെ, കള്ളി വരുന്നേ, കള്ളി കള്ളി. അവിടെ നിൽക്കാനാ പറഞ്ഞത്, അവിടെ നിൽക്കാൻ. എന്നെ ഒന്ന് രക്ഷിക്കണം. എന്താ എന്താ ഉപദ്രവിക്കാൻ വരിക ഒരാള്, അല്ലല്ല 3-4 പേരുണ്ട്. ആരാ അവരൊക്കെ? അറിയില്ല. ഒന്ന് വണ്ടി വേഗം വിടും. ഒന്ന് വേഗം പോയിക്കോ. വേഗം 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 പേടിക്കാതിരിക്കൂ. വേഗം വേഗം. ഞാനില്ലേ കൂടെ. നിർത്തല്ല, വേഗം പോയിക്കോ. ഹലോ, പോലീസ് സ്റ്റേഷൻ. വണ്ടിയിലോട്ട് കയറ്റും. വണ്ടി സ്റ്റേഷനിലോട്ട് നോക്കി നിൽക്കാതെ പോയി ജീപ്പിൽ കേറാം. ഇങ്ങോട്ട് വാടാ. പിടിച്ചേ. ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറി നിൽക്കണേ. വട്ടപ്പള്ളി റസിയ, നീ എന്ന് മുതലാടി റോസ് ജോൺ ആയത്? ഒരു ചെറുപ്പക്കാരിയാണ് സാറിന്റെ മാല മോഷ്ടിച്ചെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി അത് ഇവളായിരിക്കും. നീ ആരാടാ? ഇവളുടെ പാർട്ണറാ? അല്ല സർ, ഞാൻ നിരപരാധിയാണ് സർ. ആശുപത്രി കിടക്കുന്ന എന്റെ അമ്മാവനെ ഡിസ്ചാർജ് ചെയ്യിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് റേഷൻ കാർഡ് എടുത്ത് വരുന്ന വഴിക്ക് ഇവളെന്റെ വണ്ടി കയറിയതാണ് സർ. പറിച്ചെടുത്ത മാലയും തേടി. കർത്താവേ, നീ മാലയെങ്ങാനും വിഴുങ്ങിയോ? ഇല്ല സർ. ഓ, രക്ഷപ്പെട്ട്. വിഴുങ്ങിയിരുന്നെങ്കിൽ പഴക്കൊല്ലം മേടിച്ചെന്റെ കുടുംബം മുടിഞ്ഞാനെ. മാല എടുക്കണി. ആ, ബെസ്റ്റ് സ്ഥലം. നോക്കിയേ, ഇതന്നെയല്ലേ സാറിന്റെ മാല? ഒറിജിനലിലെ വില്ലെന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന വർഗ്ഗങ്ങളാ. അതെ സാർ, ഇത് തന്നെ എന്റെ മാല. താങ്ക് യു. ആയിക്കോട്ടെ. ഏതായാലും പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറി വന്ന ദിവസം തന്നെ കിട്ടിയ സ്വീകരണം കൊള്ളാം അല്ലേ? അതുകൊണ്ട് ഞാനൊരു പാഠം പഠിച്ചു. ഇനി എന്റെ വണ്ടിക്ക് ആര് കൈ കാണിച്ചാലും ഞാൻ ലിഫ്റ്റ് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. പ്രത്യേകിച്ചും ഈ ജീൻസ് ഇട്ട പെണ്ണുങ്ങൾ. സാറിന് ഞാൻ പാരിതോഷികങ്ങളൊന്നും ഞാനങ്ങനെ സ്വീകരിക്കാറില്ല. പിന്നെ നിർബന്ധിച്ചാൽ ഒരു സാധനം വെച്ചാ കാണത്തില്ല. നോക്ക്, ഇത് വെച്ചോളൂ. പഞ്ചായത്തിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം, മറക്കരുത്. ഓ, വലിയ ഉപകാരം. ഇറങ്ങി പോടാ. താങ്ക് യു സർ. രക്ഷപ്പെട്ടു. സാർ, എന്ന് ഞാനും ഓ, പൊയ്ക്കോളൂ. സമയം കിട്ടുമ്പോഴൊക്കെ പറഞ്ഞം കേട്ടോ. കേറി നിൽക്കണേ. ഇങ്ങോട്ട് മാറി നിൽക്കടി. എന്തെങ്കിലും തടയെന്ന് വിചാരിച്ചു, അതും തടഞ്ഞില്ല. ഒരു മാതൃക പോലീസ് സ്റ്റേഷൻ. സെക്രട്ടറി കൊള്ളാലോ. രാത്രി ടാക്കീസിന്റെ ഡോർ തുറന്നിട്ടാ ഇവിടെ ഇരുന്ന് സിനിമ കാണാം. ഓഹോ, അത് ശരി. നെയ്ബേഴ്സ് പ്രതീക്ഷിച്ച പോലെ അല്ല. ഇങ്ങോട്ട് തരാനല്ലേ പറഞ്ഞത്? തരാം, നോക്കട്ടെ. അപ്പൊ ബോറടിക്കില്ലെന്ന് ഉറപ്പായി. പുതിയൊരാള് കൂടി. അപ്പൊ 3. കൊള്ളാം. ഇനി ഈ ജനൽപ്പാളികൾ ഒരിക്കലും അടയുകയില്ല. ഈ ഇടയായിട്ട് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല ഇവന്. ഞാൻ സുഖമില്ലാത്ത ആളാണെന്നുള്ള ബോധം പോലും ഇവനില്ല. വഷളൻ. എന്താ ഞാൻ ഒറ്റയ്ക്കിരുന്ന് പറയുന്നത്? ഓ, ഒന്നും പറയണ്ട എന്റെ മോളെ. എന്നെ നോക്കാൻ കൊണ്ടുവന്നവനെ ഞാൻ നോക്കേണ്ട ഗതികേടില്ല. എന്തു പറ്റി? ഉണ്ണി എവിടെ? ഓ, അകത്തോട്ട് വെള്ളം ചൂടാക്ക. ഒരു ഡാമിലെ വെള്ളം ചൂടാക്കേണ്ട സമയം കഴിഞ്ഞു. ഏത് നേരവും വിസ വിസ എന്നൊരു ചിന്ത അവനുള്ളു. അല്ല, ഇവരൊക്കെ ഗൾഫിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? അല്ല, ഇവിടെ വെള്ളം ചൂടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഗൾഫിലെ അറബിയുടെ കക്കൂസ കഴുകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പോട്ടാശാനെ, പിള്ളേരല്ലേ. ആശാന്റെ കുളി കഴിഞ്ഞ് ഉണ്ണി ഒന്ന് ടാക്സിലേക്ക് വിടണം. എന്തിനാ മോളെ? ഇന്ന് മുതൽ ടിക്കറ്റ് ചാർജ് കൂട്ടുക. പഴയത് മാറ്റി പുതിയതൊന്ന് എഴുതണം. ഇന്നലെ ഒരുത്തൻ ഏർപ്പാടാക്കിയതാ, അവൻ ഇതുവരെ വന്നില്ല. വിമലയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലുവാ. മോള് പോയിക്കോ, ഞാൻ അവനെ പറഞ്ഞു വിട്ടേക്കാം. മറക്കല്ലേ ആശാനെ. ഇല്ല മോളെ, പോയിക്കോ. എന്നാ ഞാൻ പോട്ടെ. ഓ, ഉണ്ണിക്കിച്ചാ, എടാ ഉണ്ണിക്കിച്ചാ, വരുന്നു. വരുന്നു.
ഇങ്ങോട്ട് വാടാ, ചൂടാക്കിയത് മതി. അതെ അതെ, രാവിലെ ഈവനിങ് ഫ്ലൈറ്റ്. അല്ല, ഏതാ ഈ പുതിയ ഇറക്കുമതി? കയ്യിലും കാലിലും പാന്റ് ഇട്ടിട്ടുണ്ടല്ലോ. അതെ അതെ, ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. ഗുഡ് മോർണിംഗ്. ആണാ? ആരാ മനസ്സിലായില്ല? ഞാൻ അബ്ദുൽ, ദുബായ് അബ്ദുൽ. ഇരുന്നാട്ടൊരു കാലി എടുക്കാം. നോ താങ്ക്സ്. ആയിക്കോട്ടെ. ഈ ടാക്കീസിൽ എങ്ങനെയാ, നല്ല കളക്ഷൻ വരാറുണ്ടോ? പിന്നെ കളക്ഷൻ വരാറുണ്ടോന്നോ? ആഴ്ചയിൽ 7 ദിവസം നല്ല കളക്ഷൻ അല്ലേ? അല്ല, ടാക്സി വിലക്ക് വാങ്ങാനും മറ്റോ വന്നാണോ? എങ്കിലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് മാറി ഇന്ന് സംസാരിക്കാം. അതെന്താ? ഇവിടുത്തെ നാട്ടുകാരത്ര ശരിയല്ല. എങ്കിൽ പാരപണി അതാ. മിസ്റ്റർ ഭരതൻ, ഞാൻ ഈ ടാക്കീസ് വാങ്ങാൻ വന്ന ആളൊന്നുമല്ല. പിന്നെ ശരിക്കും പറഞ്ഞ ഞാനൊരു ഫിലിം ഡിസ്ട്രിബ്യൂട്ടറാണ്. മനസ്സിലായില്ല. പറയാം. അതായത് എന്റെ ഈ അത്രയുമുള്ള ഗൾഫ് സമ്പാദ്യം കൊണ്ട് ഞാനൊരു ചലച്ചിത്ര വിതരണ കമ്പനി തുടങ്ങാൻ വേണ്ടി പോവാണ്. അതായത് ദുബായ് റിലീസ്. നല്ല കാര്യം. ആദ്യം കൊച്ചു കൊച്ചു തമിഴ് പടങ്ങൾ എടുത്ത് വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളും സഞ്ചരിച്ച് അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ഈ ടാക്കീസില് പണ്ട് ടൈറ്റാനിക് സിനിമ കളിച്ചപ്പോ കപ്പലിന്റെ പകുതി ഭാഗം സ്ക്രീനിലും മറ്റേ പകുതി ഭാഗം കുഞ്ഞുണ്ണിയാസന്റെ മതിലേലും ആയിരുന്നു. അങ്ങനത്തെ ടിക്കറ്റിലാണ് പടം കളിപ്പിക്കുന്നത്. ആട്ടെ, ഏതാ ആദ്യത്തെ സംരംഭം? എൻ പൊണ്ടാട്ടി അവനുക്ക് ലവർ. കൊള്ളാം. ഏപ്പടമാണല്ലേ? തമിഴ്നാട്ടിൽ തുടർച്ചയായി 365 ദിവസം ഓടി സൂപ്പർ ഹിറ്റായ പടമാണ്. പക്ഷെ ഈ പടം ഇവിടെ കളിപ്പിക്കുന്നു എനിക്ക് തോന്നണില്ല. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അതെ. എങ്ങനെ? നിങ്ങൾ ഈ പടത്തിന്റെ പേരും പറഞ്ഞ് അവളുമാരുടെ പടി ചവിട്ടിയാലുണ്ടല്ല, അവളുമാരെ ചൂലെടുത്ത് നിങ്ങൾ അടിച്ചോടിക്കും. പിന്നെ നിങ്ങളുടെ പൊണ്ടാട്ടിക്ക് നിങ്ങളുണ്ടാവില്ല, നിങ്ങൾ വേറെ ലവർ അന്വേഷിക്കേണ്ടി വരും. ശരിക്കും? ശരിക്കും.